മോസ്കോയിലെ ഭീകരാക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെന്ന അമേരിക്കയുടെ വാദം വീണ്ടും റഷ്യ തള്ളിക്കളഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം, ഈ മോസ്കോയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ കാര്യം മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ അമേരിക്ക ഇന്റലിജൻസ് റിപ്പോർട്ട് അയച്ചിരുന്നു റഷ്യക്കെന്നാണ് അവകാശവാദം. അതിനെക്കുറിച്ചാണ് മധു കൊട്ടാരക്കര വിശദീകരിക്കാൻ നമുക്കപ്പോൾ എത്തുന്ന ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം മധു ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ജനങ്ങൾക്കൊക്കെ സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഈ മോസ്കോ ക്രോക്കസ് സിറ്റി ഹാളിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 137ആയി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ 4 പേരുടെ പേരിൽ കുറ്റപത്രമൊക്കെ തയ്യാറാക്കി അവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ റഷ്യയും അമേരിക്കയും ഇപ്പോഴും തുടരുകയാണ്. ഈ റഷ്യക്ക് ഭീകരാക്രമണ മുന്നറിയിപ്പ് നൽകിയെന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശവാദം അമേരിക്കയിലെ റഷ്യൻ അംബാസിഡർ അനറ്റോളി അന്റോണോവ് ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ഡ്യൂട്ടി ടു വാൺ പോളിസി പ്രകാരം ഈ ഭീകരാക്രമണ സാധ്യതയുടെ വിവരങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് കൈമാറിയിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഈ വാഷിംഗ്ടണിലെ റഷ്യൻ എംബസിക്ക് അമേരിക്ക മതിയായ ഉറപ്പുള്ള വിവരങ്ങൾ ഒന്നും കൈമാറിയിട്ടില്ല എന്നാണ് അന്റോണോവ് ആരോപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ഭീകരാക്രമണം നടന്നയുടൻ അമേരിക്ക നടത്തിയത് വെറും ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നുവെന്നും റഷ്യ പറയുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ കൈമാറി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക എന്തൊക്കെയാണ് സത്യത്തിൽ കൈമാറിയതെന്നും ഈ ലഭിച്ച വിവരങ്ങൾ മുഴുവൻ കൈമാറിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണെന്നും റഷ്യ പറയുകയാണ്. എന്നാൽ ഇപ്പോൾ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഐസിസ് ആണെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ടെന്നാണ് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറയുന്നത്. എസ് കെ, അതേസമയം യുക്രൈനിൽ നിന്ന് അവരുടെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഈ ശ്രദ്ധയൊക്കെ മാറ്റാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ബോധപൂർവം ഐസിസിലേക്ക് വിരൽ ചൂണ്ടുകയാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ പറയുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.